കഥ നിന്നിലേക്ക് ഒരു ചുവടുകൂടി. രാവിലെ 8:30. കൊച്ചി നഗരം പതിയെ ഉണരുകയായിരുന്നു. റോഡിലൂടെ വാഹനങ്ങൾ തിരക്കിലായിരുന്നു. ഒരു വലിയ ഗ്ലാസ് കെട്ടിടത്തിൻ്റെ മുന്നിൽ ഒരു ടാക്സി നിർത്തി. അസ്ട്രാടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആ കമ്പനിയുടെ മുന്നിൽ ഇറങ്ങിയത് മാളവിക. 24 വയസ്സ്. MBA കഴിഞ്ഞ് ആദ്യ ജോലിക്ക് എത്തിയിരിക്കുകയാണ്. കയ്യിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. മനസ്സിൽ ആവേശവും ചെറിയൊരു ഭയവും. അവൾ ആഴത്തിൽ ശ്വാസം വിട്ടു. ഇതാണ് എൻ്റെ പുതിയ തുടക്കം. റിസപ്ഷനിൽ ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ജോയിനിങ് ആണ്. റിസപ്ഷനിസ്റ്റ് പുഞ്ചിരിച്ചു. വെൽക്കം ടു അസ്ട്രാടെക്. HR ഓഫീസിൽ എല്ലാ നടപടികളും പൂർത്തിയായി. HR മാനേജർ പറഞ്ഞു, നിങ്ങളെ നേരിട്ട് മാനേജിംഗ് ഡയറക്ടറിൻ്റെ ടീമിലേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ? അതെ, മിസ്റ്റർ ആദിത്യൻ നായർ. ആ പേര് കേട്ടപ്പോൾ ഓഫീസിലെ ചില ജീവനക്കാർ പരസ്പരം നോക്കി. ഒരാൾ പതുക്കെ പറഞ്ഞു, പാവം, ആദ്യ ദിവസം തന്നെ MDയുടെ ടീം. മറ്റൊരാൾ ചിരിച്ചു, അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണ്. അതേസമയം ടോപ്പ് ഫ്ലോർ മാനേജിംഗ് ഡയറക്ടർ ക്യാബിൻ. വലിയ ഗ്ലാസ് ജനാലയിലൂടെ നഗരം നോക്കി നിൽക്കുകയായിരുന്നു ആദിത്യൻ. 32 വയസ്സ്. സ്വന്തം പ്രയത്നത്തിൽ കമ്പനി വളർത്തിയ യുവ വ്യവസായി. ഓഫീസിൽ എല്ലാവർക്കും ബഹുമാനം, പക്ഷേ അതോടൊപ്പം നല്ല പേടിയും. ജോലിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അപ്പോഴാണ് സെക്രട്ടറി അകത്ത് വന്നത്. സർ, യെസ്, പുതിയ എക്സിക്യൂട്ടീവ് ജോയിൻ ചെയ്തിട്ടുണ്ട്, സെൻഹറിൻ. മാളവിക പതുക്കെ വാതിലിൽ മുട്ടി. മേ ഐ കമിൻ സർ? കമിൻ. അവൾ അകത്ത് കയറി. ആദ്യമായി ആദിത്യനെ കണ്ടു. വെള്ള ഷർട്ട്, കറുത്ത കോട്ട്, മുഖത്ത് ഗൗരവം. അവൾ പതുക്കെ പറഞ്ഞു, ഗുഡ് മോർണിംഗ് സർ. ആദിത്യൻ ഫയലിൽ നിന്ന് കണ്ണുയർത്താതെ പറഞ്ഞു, സിറ്റ്. അവൻ റെസ്യൂം നോക്കി. MBA ഗോൾഡ് മെഡലിസ്റ്റ്? യെസ് സർ. ഗുഡ്. ഓഫീസിൽ മാർക്സ് കൊണ്ടല്ല, പെർഫോമൻസ് കൊണ്ടാണ് വില. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. നിങ്ങളുടെ ട്രെയിനിങ് ഇന്ന് തുടങ്ങും. ആദ്യ ദിവസം തന്നെ മാളവികയ്ക്ക് ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ നൽകി. അവൾ പരമാവധി ശ്രമിച്ചു. വൈകുന്നേരം കോൺഫറൻസ് റൂം. എല്ലാവരും ഇരിക്കുകയായിരുന്നു. മാളവിക പ്രസൻറ്റേഷൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദിത്യൻ പറഞ്ഞു, സ്റ്റോപ്പ്. മുറി മുഴുവൻ നിശബ്ദമായി. ദിസ് ഡാറ്റ ഈസ് ഔട്ട്ഡേറ്റഡ്. മാളവിക അമ്പരന്നു. സർ, ഞാൻ HR തന്ന ഫയൽ. എക്സ്ക്യൂസസ് വേണ്ട, മീറ്റിങ്ങിന് മുമ്പ് ക്രോസ് ചെക്ക് ചെയ്യണം. അവളുടെ മുഖം വാടിപ്പോയി. സോറി സർ, മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ കാണൂ. മീറ്റിംഗ് കഴിഞ്ഞു. മാളവിക കണ്ണു നിറഞ്ഞുകൊണ്ട് ക്യാബിനിലെത്തി. സർ? ആദിത്യൻ ശാന്തമായി ചോദിച്ചു. കരയുകയാണോ? നോ സർ. ജോലിയിൽ തെറ്റ് വരാം, പക്ഷേ അതേ തെറ്റ് രണ്ടാമതും വരാൻ പാടില്ല. അവൾ തലകുലുക്കി. ഞാൻ പഠിക്കും സർ. ആദിത്യൻ ആദ്യമായി ചെറുതായി പുഞ്ചിരിച്ചു. ഗുഡ്. പുറത്തിറങ്ങിയപ്പോൾ സഹപ്രവർത്തക അഞ്ജലി ചോദിച്ചു, എന്തു പറഞ്ഞു? വഴക്ക് പറഞ്ഞു. അഞ്ജലി ചിരിച്ചു. അത് എല്ലാവർക്കും കിട്ടുന്ന വെൽക്കം ഗിഫ്റ്റാണ്. രണ്ടുപേരും ചിരിച്ചു. ദിവസങ്ങൾ കടന്നു. മാളവിക ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ തുടങ്ങി. ആദിത്യൻ ഇപ്പോഴും കർക്കശനായിരുന്നു. പക്ഷേ ഓരോ തവണയും തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് എങ്ങനെ ശരിയാക്കണമെന്ന് കൂടി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം 8 മണി. ഓഫീസിൽ എല്ലാവരും പോയി. മാളവിക മാത്രം ജോലി ചെയ്യുകയായിരുന്നു. ആദിത്യൻ പുറത്തേക്ക് പോകുന്നതിനിടെ അത് ശ്രദ്ധിച്ചു. ഇപ്പോഴും വീട്ടിൽ പോയില്ലേ? ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം സർ. ഭക്ഷണം കഴിച്ചോ? ഇല്ല. അവൾ അറിയാതെ മറുപടി പറഞ്ഞു. ആദിത്യൻ കുറച്ചുനേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ സെക്രട്ടറിയെ വിളിച്ചു. 2 ഡിന്നർ ഓർഡർ ചെയ്യൂ. മാളവിക അത്ഭുതത്തോടെ നോക്കി. സർ വേണ്ട, ഇത് ഓർഡറാണ്. അവൾ ചിരിച്ചുപോയി. ഓക്കെ സർ. ആ ദിവസം ആദ്യമായി ആദിത്യൻ ഒരു ബോസ് മാത്രമല്ല, തൻ്റെ ജീവനക്കാരെ ശ്രദ്ധിക്കുന്ന ഒരാളുമാണെന്ന് മാളവികയ്ക്ക് തോന്നി. അതേസമയം ആദിത്യനും മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, ഈ പെൺകുട്ടി മറ്റുള്ളവരെ പോലെയല്ല. എന്നാൽ ഇരുവർക്കും അറിയില്ലായിരുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ ഒരു വലിയ പ്രശ്നം കടന്നു വരുന്നുണ്ടെന്ന്. 2 മാസം കഴിഞ്ഞു. മാളവിക ഇപ്പോൾ ഓഫീസിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജീവനക്കാരിയായി മാറിയിരിക്കുന്നു. ആദ്യ ദിവസം ഭയന്നു നിന്ന പെൺകുട്ടി ഇന്ന് ആത്മവിശ്വാസത്തോടെ മീറ്റിങ്ങുകൾ അവതരിപ്പിക്കുന്ന ജീവനക്കാരിയായി മാറിയിരുന്നു. പക്ഷേ ഒരാൾ മാത്രം ഇപ്പോഴും പഴയ പോലെ കർക്കശനായിരുന്നു, ആദിത്യൻ. ഒരു ദിവസം രാവിലെ ഓഫീസിൽ വലിയ ആവേശം. വിദേശ കമ്പനിയിലെ പ്രതിനിധികൾ വരുന്നു. 50 കോടിയുടെ വലിയ പ്രൊജക്റ്റ്. എല്ലാവരും തിരക്കിലായിരുന്നു. ആദിത്യൻ മീറ്റിംഗ് ഹാളിൽ പറഞ്ഞു, ഇന്ന് ഒരു തെറ്റും സംഭവിക്കരുത്. എല്ലാവരും തലകുലുക്കി. മീറ്റിംഗ് തുടങ്ങി. മാളവിക പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുകയായിരുന്നു. എല്ലാം നന്നായിപ്പോയി. അവസാന നിമിഷം പ്രൊജക്റ്റ് ഫയൽ തുറന്നപ്പോൾ അതിൽ പ്രധാന വിവരങ്ങൾ മാറിയിരുന്നു. മുറി മുഴുവൻ നിശബ്ദമായി. വിദേശ ക്ലയൻറ്റുകൾ ആശയക്കുഴപ്പത്തിലായി. ആദിത്യൻ്റെ മുഖം ഗൗരവമായി. മീറ്റിംഗ് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു. മീറ്റിങ്ങിന് ശേഷം ക്യാബിനിൽ മാളവിക. യെസ് സർ. ഈ ഫയൽ അവസാനമായി ഹാൻഡിൽ ചെയ്തതാരാണ്? ഞാനാണ് സർ. അപ്പോൾ ഇതെങ്ങനെ മാറി? എനിക്കറിയില്ല. ആദിത്യൻ്റെ ശബ്ദം കടുപ്പമായി. ഒരു എനിക്കറിയില്ല കൊണ്ട് കമ്പനി രക്ഷപ്പെടില്ല. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. സർ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഗോ. ആ ദിവസം മാളവിക ആരോടും ഒന്നും പറഞ്ഞില്ല. വീട്ടിലെത്തിയിട്ടും ഭക്ഷണം കഴിച്ചില്ല. അമ്മ ചോദിച്ചു, എന്താ മോളെ? ഒന്നുമില്ല അമ്മ. പക്ഷേ അവളുടെ കണ്ണുകൾ സത്യം പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ മാളവിക രാജിക്കത്തെഴുതി. ഞാൻ കാരണമായി കമ്പനിക്ക് നഷ്ടം വന്നെങ്കിൽ ഇവിടെ തുടരാൻ എനിക്ക് അർഹതയില്ല. അവളത് കവറിൽ വെച്ച് ഓഫീസിലേക്ക് നടന്നു.
അതേസമയം IT വിഭാഗം CCTVയും സെർവർ ലോഗും പരിശോധിക്കുകയായിരുന്നു. ഒരു സത്യം പുറത്തു വന്നു. പ്രൊജക്ട് ഫയൽ മാറ്റിയത് മാളവികയല്ല, അതേ ടീമിലുണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരൻ വിക്രമായിരുന്നു. പ്രൊമോഷൻ കിട്ടാത്തതിൻ്റെ പ്രതികാരമായി അവൻ അത് ചെയ്തതായിരുന്നു. ആദിത്യൻ ഞെട്ടി. മാളവിക നിരപരാധിയായിരുന്നു. അവൻ ഉടനെ അവളെ വിളിച്ചു. പക്ഷേ ഫോൺ എടുത്തില്ല. അന്നേരം മാളവിക ക്യാബിനിലെത്തി. കയ്യിൽ രാജിക്കത്ത്. സർ. ആദിത്യൻ അവളെ കണ്ടതും എഴുന്നേറ്റു. മാളവിക, ആദ്യം ഞാൻ പറയുന്നത് കേൾക്കൂ. വേണ്ട സർ, ഇതാണ് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ. അവൾ കവർ മേശപ്പുറത്ത് വെച്ചു. ആദിത്യൻ അവളുടെ വാക്ക് തടഞ്ഞു. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്ത്? സത്യം കണ്ടെത്തി. വിക്രമാണ് എല്ലാം ചെയ്തത്. മാളവിക വിശ്വസിക്കാനാവാതെ നിന്നു. അപ്പോൾ ആദിത്യൻ ശാന്തമായി പറഞ്ഞു, ഞാൻ നിന്നെ വിശ്വസിക്കേണ്ടതായിരുന്നു. ക്ഷമിക്കണം. ഓഫീസിൽ ആദ്യമായാണ് മാനേജിംഗ് ഡയറക്ടർ ഒരു ജീവനക്കാരനോട് സോറി പറയുന്നത്. എല്ലാവരും അത്ഭുതപ്പെട്ടു. മാളവിയുടെ കണ്ണുകൾ നിറഞ്ഞു. സർ, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. പക്ഷേ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്നെ വേദനിപ്പിച്ചു. ആദിത്യൻ തല താഴ്ത്തി. ഇനി ഇത് ആവർത്തിക്കില്ല. ആ ദിവസത്തിന് ശേഷം ആദിത്യൻ്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റം വന്നു. കർക്കശത ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ മാളവികയോട് സംസാരിക്കുമ്പോൾ ഒരു കരുതൽ കൂടി ഉണ്ടായിരുന്നു. ഒരു വൈകുന്നേരം ഓഫീസിൽ വൈദ്യുതി പോയി. പുറത്ത് കനത്ത മഴ. എല്ലാവരും വീട്ടിലേക്ക് പോയിരുന്നു. മാളവികയും ആദിത്യനും മാത്രം. ജനാലയിലൂടെ മഴ നോക്കിക്കൊണ്ട് മാളവിക പറഞ്ഞു, സർ. നിങ്ങൾക്ക് മഴ ഇഷ്ടമാണോ? ആദിത്യൻ പുഞ്ചിരിച്ചു. ഒരുപാട്. എന്തുകൊണ്ട്? മഴ വന്നാൽ എല്ലാ തിരക്കുള്ളവരും കുറച്ചു നേരം നിൽക്കും, ജീവിതം ആസ്വദിക്കാൻ. മാളവിക ചിരിച്ചു. ആദ്യമായാണ് നിങ്ങളെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. ആദിത്യനും ചെറുതായി ചിരിച്ചു. എല്ലാവരോടും ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല. അന്നേരം അഞ്ജലി ദൂരെ നിന്ന് അത് കണ്ടു. അവൾ മനസ്സിൽ പറഞ്ഞു, ഇവരുടെ ഇടയിൽ എന്തോ മനോഹരമായൊരു കഥ തുടങ്ങുകയാണ്. രാത്രി വീട്ടിലെത്തി. ആദിത്യൻ തൻ്റെ ലാപ്ടോപ്പ് തുറന്നു. പക്ഷെ ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല. മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞത് മഴ നോക്കി ചിരിക്കുന്ന മാളവികയുടെ മുഖമാണ്. അവൻ സ്വയം ചിരിച്ചു. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? അതേസമയം മാളവികയും സാറിനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യ ദിവസം വഴക്ക് പറഞ്ഞ കർക്കശനായ ബോസിനെ ഓർത്തു. ഇന്നോ അതേ മനുഷ്യൻ്റെ സോറിയും കരുതലും മനസ്സിൽ നിറഞ്ഞു നിന്നു. അവൾ പതുക്കെ പറഞ്ഞു, ചില മനുഷ്യരെ ആദ്യം കാണുന്നത് പോലെയല്ല, അടുത്തറിയുമ്പോഴാണ് അവരുടെ മനസ്സ് മനോഹരമാണെന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഈ മനോഹരമായ തുടക്കത്തിനു മുന്നിൽ ഒരു പുതിയ വെല്ലുവിളി കാത്തിരുന്നു. കമ്പനിയുടെ ബോർഡ് മീറ്റിൽ ആദിത്യൻ്റെ അച്ഛൻ പറഞ്ഞു, നിന്റെ വിവാഹം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആദിത്യൻ ഞെട്ടി. അവൻ്റെ മനസ്സിൽ ഉടൻ തെളിഞ്ഞത് മാളവികയുടെ മുഖം. രാത്രി ആദിത്യൻ തൻ്റെ മുറിയിലെ ജനാലയ്ക്കരികിൽ നിൽക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അടുത്ത മാസം നിന്റെ വിവാഹം നിശ്ചയം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അവൻ ദീർഘനിശ്വാസം വിട്ടു. ഇനി പറഞ്ഞില്ലെങ്കിൽ മാളവികയെ എന്നേക്കുമായി നഷ്ടമാകും. അടുത്ത ദിവസം ഓഫീസിൽ മാളവിക പതിവ് പോലെ ജോലിയിൽ മുഴുകിയിരുന്നു. പക്ഷേ ആദിത്യൻ അന്നൊട്ടാകെ അസ്വസ്ഥനായിരുന്നു. അത് മാളവികയും ശ്രദ്ധിച്ചു. സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൈകുന്നേരം കുറച്ചു സമയം സംസാരിക്കാമോ? തീർച്ചയായും. വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞിരുന്നു. ജീവനക്കാർ എല്ലാവരും പോയി. കെട്ടിടത്തിൻ്റെ ടെറസിൽ സൂര്യാസ്തമയം നോക്കി ആദിത്യൻ നിൽക്കുകയായിരുന്നു. മാളവിക പതുക്കെ അവൻ്റെ അടുത്തെത്തി. സർ. ആദിത്യൻ തിരിഞ്ഞു നോക്കി. ഇന്ന് ഓഫീസിലെ കാര്യമല്ല സംസാരിക്കാൻ. മാളവിക ആശയക്കുഴപ്പത്തിലായി. മാളവിക, നീ ഇവിടെ ജോലിക്ക് വന്ന ആദ്യ ദിവസം ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്ന് നിന്നെ കണ്ടപ്പോൾ നീ മറ്റെല്ലാവരെയും പോലെ കുറച്ച് ദിവസം ജോലി ചെയ്തു പോകുന്ന ഒരാളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഓരോ ദിവസവും നിന്റെ ആത്മാർത്ഥതയും നിന്റെ സത്യസന്ധതയും നിന്റെ പുഞ്ചിരിയും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. കുറച്ചുനേരം നിശബ്ദത. ശേഷം അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാളവിക. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കുറച്ചുനേരം ഒന്നും പറഞ്ഞില്ല. സർ. ആദിത്യൻ ചിരിച്ചു. ഇനി സാർ എന്ന് വിളിക്കണ്ട. ഓഫീസിലാണെങ്കിൽ സർ, ഓഫീസിന് പുറത്താണെങ്കിൽ ആദ്യേട്ടൻ. മാളവിക നാണിച്ചുകൊണ്ട് ആദ്യമായി പറഞ്ഞു, ആദ്യേട്ടൻ. ആ പേര് കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. മാളവിക പതുക്കെ പറഞ്ഞു, ഞാനും. ഒരുപാട് നാളായി. അത് പറഞ്ഞ് അവളവിടെ നിർത്തി. പക്ഷേ നിങ്ങളെൻ്റെ ബോസ് ആയതുകൊണ്ട് ആദിത്യൻ പിന്നെയും ചോദിച്ചു. അപ്പോൾ മാളവിക പറഞ്ഞു, സാറിനോട് എനിക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷേ അത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ആദിത്യൻ പുഞ്ചിരിച്ചു. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറയാൻ തീരുമാനിച്ചത്. അടുത്തയാഴ്ച ആദിത്യൻ തൻ്റെ മാതാപിതാക്കളോട് എല്ലാം തുറന്നു പറഞ്ഞു. ആദ്യം അവർക്ക് ചെറിയ ആശങ്കയുണ്ടായിരുന്നു. ഓഫീസിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ. ആദിത്യൻ ശാന്തമായി പറഞ്ഞു, അവളെ ഞാൻ ബഹുമാനിക്കുന്നു. അവളുടെ കഴിവിനെയും സ്വഭാവത്തെയും സ്നേഹിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാളവികയുടെ വീട്ടിലും സംസാരിച്ചു. 2 കുടുംബങ്ങളും കണ്ടുമുട്ടി. സംഭാഷണങ്ങൾ നടന്നു. അവസാനം 2 വീട്ടുകാരും സന്തോഷത്തോടെ സമ്മതിച്ചു. വിവാഹദിനം. ഒരു മനോഹരമായ പ്രഭാതം. വിവാഹമണ്ഡപം പൂക്കളാൽ അലങ്കരിച്ചിരുന്നു. ഓഫീസിലെ എല്ലാ ജീവനക്കാരും എത്തിയിരുന്നു. അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യ ദിവസം വഴക്ക് പറഞ്ഞ ബോസ് തന്നെയാണോ ഇന്ന് ഇത്ര പുഞ്ചിരിക്കുന്നത്? എല്ലാവരും ചിരിച്ചു. ആദിത്യനും ചിരിച്ചു. അന്ന് വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ദിവസം ഉണ്ടാകില്ലായിരുന്നു. വിവാഹ ചടങ്ങുകൾ പൂർത്തിയായി. ആദിത്യൻ മാളവികയുടെ കൈപിടിച്ചു. ഇനി
ജോലിയിലും ജീവിതത്തിലും നമ്മൾ ഒരു ടീം. മാളവിക പുഞ്ചിരിച്ചു. എപ്പോഴും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം രാവിലെ അടുക്കളയിൽ മാളവിക ചായ ഉണ്ടാക്കുകയായിരുന്നു. ആദിത്യൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഫീസിലേക്ക് വൈകുമല്ലോ? അതെ, കാരണം ആരോ എൻ്റെ ഫയൽ ഒളിപ്പിച്ചിരിക്കുന്നു. മാളവിക ചിരിച്ചു. അത് ഞാനല്ല. അപ്പോഴാണ് സോഫയുടെ മുകളിൽ ഫയൽ കണ്ടത്. രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ഓഫീസിലെത്തി. ആദിത്യൻ എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞു, ഓഫീസിൽ എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ മാളവിക എൻ്റെ ഭാര്യയല്ല. അവൾ നമ്മുടെ ടീമിലെ ഒരു പ്രൊഫഷണലാണ്. മാളവിക അഭിമാനത്തോടെ അവനെ നോക്കി. അവളുടെ കഴിവ് കൊണ്ടാണ് അവൾ മുന്നേറേണ്ടത് എന്ന കാര്യം ആദിത്യൻ വ്യക്തമായി ഉറപ്പാക്കി. അന്നത്തെ വൈകുന്നേരം ഇരുവരും ഓഫീസിൻ്റെ ടെറസിൽ നിന്നു സൂര്യാസ്തമയം നോക്കിക്കൊണ്ട് മാളവിക ചോദിച്ചു, ആദ്യ ദിവസം എന്നെ വഴക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആദിത്യൻ ചിരിച്ചു. ഉണ്ട്. അന്ന് എനിക്ക് നിങ്ങളെ ഒരുപാട് പേടിയായിരുന്നു. ഇപ്പോൾ ആ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിരുന്നു എന്ന് തോന്നുന്നു. ആദിത്യൻ അവളുടെ കൈ സാവധാനം പിടിച്ചു. ജീവിതത്തിൽ ചില കൂടിക്കാഴ്ചകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല, അവ നമ്മളെ മാറ്റിമറിക്കാനായി വരുന്നതാണ്. ഇരുവരും പുഞ്ചിരിച്ചുകൊണ്ട് നഗരത്തിലെ വിളക്കുകൾ തെളിയുന്നത് നോക്കി നിന്നു. അങ്ങനെ ഒരു കർക്കശക്കാരനായ ബോസിൻ്റെയും ആത്മവിശ്വാസമുള്ള ഒരു ജീവനക്കാരിയുടെയും കഥ പ്രണയത്തിലും ബഹുമാനത്തിലും വിശ്വാസത്തിലും നിറഞ്ഞ ഒരു മനോഹരമായ ജീവിതയാത്രയായി മാറി.